ചിലർക്കൊക്കെ എന്തോ ആവാം. 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. ആ സമരം ചെയ്തോട്ടെ. സമരം ചെയ്യുവാണെങ്കിൽ ഈ KSRTC വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും. സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാണ് 500-600 വണ്ടി സ്പെയർ ഉണ്ട്. അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതിങ്ങ് ഇറക്കും. 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. ആ സമരം ചെയ്തോട്ടെ. എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടത്? ഒരു രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ നമ്മൾ നിൽക്കണം. കുട്ടികളുടെ പ്രശ്നമൊന്നുമല്ല, അതിൽ കുട്ടികളുടെ പ്രശ്നമൊന്നുമില്ല. ഈ കൺസെഷൻ ആപ്പിൽ വരും. ഈ ആഴ്ച ഞങ്ങളൊരു ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്പിലൂടെ കുട്ടികൾ അപേക്ഷിക്കണം. അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് അതുവഴി പാസ് ഇഷ്യൂ ചെയ്യും. അല്ലാതെ പാസ് ഇല്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റാണ്. അങ്ങനെ കുട്ടികളാണെന്നോ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് 45 വയസ്സുള്ള ആളും കയറി പോകാൻ അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് കൺസെഷൻ കാർഡ് RTOമാർ അനുവദിക്കും. തൃശ്ശൂർ കളക്ടർ പറഞ്ഞു എന്ന് ഇപ്പോൾ അവരെന്നോട് പറഞ്ഞു, പഴയ പോലെ അങ്ങ് പോയാൽ പാസ്സൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അത് കളക്ടറല്ലല്ലോ തീരുമാനിക്കുന്നത്, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത് അക്കാര്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. ഇപ്പോൾ പാസ്സുള്ളവരെ കൊണ്ടുപോയാൽ മതി. അല്ലാതെ പാസ്സില്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റാണ്. അങ്ങനെ കുട്ടികളാണെന്നോ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് 45 വയസ്സുള്ള ആളും കയറി പോകാൻ അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് കൺസെഷൻ കാർഡ് RTOമാർ അനുവദിക്കും. അല്ലാതെ പാസ്സില്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റാണ്. അങ്ങനെ കുട്ടികളാണെന്നോ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് 45 വയസ്സുള്ള ആളും കയറി പോകാൻ അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് കൺസെഷൻ കാർഡ് RTOമാർ അനുവദിക്കും. 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. ആ സമരം ചെയ്തോട്ടെ. സമരം ചെയ്യുവാണെങ്കിൽ ഈ KSRTC വണ്ടി മൊത്തം